ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 2 KTU BTech 2019 ആയാലും 15 ആയാലും 24 സ്കീം ആയാലും എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് സബ്ജക്റ്റുകളാണ് GT2 GT1 എന്നൊക്കെ പറയുന്നത്, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പം അതിനകത്ത് GT2 എന്ന് പറയുന്നതിലെ ഫസ്റ്റ് മൊഡ്യൂൾ, ഞാനിപ്പോൾ നോക്കാൻ പോകുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് ടോപ്പിക്കിനകത്തോട്ട് തന്നെ കയറാം. GT1 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ GT1ന്റെ വീഡിയോസ് ഞങ്ങളുടെ തന്നെ ഉണ്ട്, അപ്പോൾ അത് റെഫർ ചെയ്യുക. അതിനകത്ത് നിന്ന് കുറച്ചധികം ഇക്വേഷൻസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. GT1 എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ബേസിക്സ് ആണ്. ആ GT1ൽ നിന്നും ബേസിക്സ് കിട്ടിയ ആ ഒരു ഇക്വേഷൻസ് എന്താണ്, കുറെ ഗാമ എന്താണ്, യൂണിറ്റ് വെയിറ്റ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് അത് യൂസ് ചെയ്ത് കൊണ്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് GT2ൽ മെയിനായിട്ട് ഇപ്പോൾ ജസ്റ്റ് മെയിൻലി ഈ ഒരു മൊഡ്യൂൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ GT2 സ്റ്റാർട്ട് ചെയ്യാം. GT2 എന്ന് പറയുന്ന സബ്ജക്ട് തന്നെ ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്ന മൊഡ്യൂളാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലാറ്ററൽ എർത്ത് പ്രഷർ, ലാറ്ററൽ മീൻസ് ഹൊറിസോണ്ടൽ, ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന പ്രഷർ. എർത്ത് പ്രഷർ എന്ന് പറയുന്ന വാക്ക് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മണ്ണ്, അതായത് നമ്മുടെ മണ്ണിനെ പറ്റിയാണല്ലോ GT പഠിക്കുന്നത്. മണ്ണ് ഒരു മതിൽ ഞാൻ പണിയുക, ഫോർ എക്സാമ്പിൾ ആ മതിലിനെ നമ്മുടെ ഈ ഒരു കേസിൽ എന്തെന്ന് വിളിക്കും, റീറ്റെയിനിങ് വാൾസ് എന്നൊക്കെ പറയും. ഓക്കെ, കോൺക്രീറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ഒരു മതിൽ പണിയും. എന്നിട്ട് ഈ മതില് എന്ത് ചെയ്യും, ഇതിനെ റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇപ്പുറത്തോട്ട് ഫുള്ളും എന്തായിരിക്കും, ഞാൻ മണ്ണ് കൊണ്ട് നിറയ്ക്കും. വിച്ച് മീൻസ് ദാറ്റ് ഇവിടെയുള്ള ഈ മണ്ണിനെ ഇങ്ങോട്ടേക്ക് വീഴാതിരിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഒരു സ്ട്രക്ചറിനെ ഞാൻ പണിയുന്നുണ്ടെങ്കിൽ, ആൻഡ് ദിസ് സ്ട്രക്ചർ ഇസ് നോൺ ആസ് റീറ്റെയിനിങ് വാൾസ്. റീറ്റെയിനിങ് വാൾസ് എന്ന് പറയും. അതായത് ഈ മണ്ണിനെ വീഴാതിരിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പണിയുന്ന വാൾസ്. ദേ റീറ്റെയിൻസ് ദി സോയിൽ ഇൻസൈഡ് ദിസ് സ്ട്രക്ചർ. Therefore this is known as retaining walls. അപ്പം ഈ മണ്ണിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ഈ മണ്ണ്, ഇങ്ങനെ ഒരു മണ്ണ് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, സോയിൽ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്റ്റോറിൽ എന്തായാലും ആ ഒരു സോയിലിൽ എന്തായാലും എന്തുണ്ടാവും, വെർട്ടിക്കൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നുണ്ടാവും. എഫക്റ്റീവ് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. GT1 പഠിക്കേണ്ട ടോപ്പിക്കാണ് എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വെർട്ടിക്കൽ സ്ട്രെസ് കൂടാണ്ട് ഈ മണ്ണ് എന്ത് ചെയ്യും, ഹൊറിസോണ്ടലി ഈ കോൺക്രീറ്റ് സ്ട്രക്ചർ ആയിട്ടുള്ള റീറ്റെയിനിങ് വാളിലേക്ക് എന്ത് ചെയ്യും, ഒരു ലാറ്ററൽ പ്രഷർ അപ്ലൈ ചെയ്യും. അതിനെയാണ് ഈ ഹൊറിസോണ്ടലി ഈ ഒരു സ്ട്രക്ചറിലോട്ട് ആക്ട് ചെയ്യപ്പെടുന്ന പ്രഷറിനെയാണ് ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. എന്താണ് ലാറ്ററൽ എർത്ത് പ്രഷർ? അപ്പൊ ഈ ഒരു ലാറ്ററൽ എർത്ത് പ്രഷറിനെ പറ്റി പഠിക്കുന്നതാണ് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ത്രൂ ഔട്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ലാറ്ററൽ എർത്ത് പ്രഷർ പഠിക്കണം, അത് ഓരോരോ സ്ഥലത്ത് എങ്ങനെ ഉണ്ടാവുന്നത്, അത് വെള്ളം, അതായത് വാട്ടർ ടേബിൾ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. വാട്ടർ ടേബിൾ കാരണം അതിനകത്ത് ഉണ്ടാവുന്ന വേരിയേഷൻസ് എന്താണ്, അത് കാരണം ഉണ്ടാവുന്ന ഡയഗ്രാംസ്, ഒരു എർത്ത് പ്രഷർ ഡയഗ്രാം നമുക്ക് വരയ്ക്കാനായിട്ട് ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് പഠിക്കാനുള്ളത് ഫസ്റ്റ് മൊഡ്യൂൾ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇനി നമുക്ക് എന്താണ്, അപ്പൊ ആ ഒരു ടോപ്പിക്കിനകത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ലാറ്ററൽ എർത്ത് പ്രഷർ തന്നെ 3 ടൈപ്സ് വരും. ഒന്ന് അറ്റ് റെസ്റ്റ് കണ്ടീഷൻ, 2 ആക്റ്റീവ് പ്രഷർ, ആൻഡ് 3 പാസീവ്. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആയിട്ടാണ് ഈ ലാറ്ററൽ എർത്ത് പ്രഷർ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഏത് കണ്ടീഷനാണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് അതിനനുസരിച്ചുള്ള ഇക്വേഷൻസ് നമ്മൾ എടുത്തിടുക, പ്രോബ്ലംസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു എക്സാം വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നമുക്ക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് നോക്കിയിട്ട് പോകാം. അറ്റ് റെസ്റ്റ് കണ്ടീഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിയറി ആയിട്ട് വരെ ചോദിക്കും, എന്താണ് അറ്റ് റെസ്റ്റ് കണ്ടീഷൻ, അല്ലെങ്കിൽ എന്താണ് ആക്റ്റീവ് പ്രഷർ, അല്ലെങ്കിൽ എന്താണ് പാസീവ് ലാറ്ററൽ പ്രഷർ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചോദിക്കാം. 3 കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് സിംഗിൾ ഓരോന്നായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് അറ്റ് റെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു മണ്ണ്, അതായത് ഈ കിടക്കുന്നത് ഇത്രയും സോയിലാണ്, ഞാൻ ഒരു സോയിൽ റീറ്റെയിൻ വാൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എർത്ത് ഫിൽ എന്ന് പറയുന്നത്. ഇവിടെ ഈ സോയിലിനെ ഫില്ല് ചെയ്തതിനെ ഞാൻ എന്തെന്ന് വിളിക്കാം, എർത്ത് ഫിൽ എന്ന് വേണേൽ പറയാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എർത്ത് ഫില്ല് കാരണം ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെസ്, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്രഷർ അല്ലെങ്കിൽ ത്രസ്റ്റ് ആക്ട് ചെയ്യും എന്ന് പറയാം. ആ ത്രസ്റ്റ് കാരണം ഈ ഒരു ബോഡിക്ക് മൂവ്മെന്റ് ഇല്ല. വിത്ത് റെസ്പെക്ട് ടു ദ മൂവ്മെന്റ് ഓഫ് റീറ്റെയിനിങ് വാളിനെയാണ് നമ്മൾ ഈ 3 സാധനത്തിനെയും ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇതൊരു റിജിഡ് സ്ട്രക്ചർ ആണ്. ആ റിജിഡ് സ്ട്രക്ചറിൽ എന്തുണ്ടാവത്തില്ല, ഇങ്ങനെ ഒരു ലാറ്ററൽ എർത്ത് പ്രഷർ വന്നാലും അതിനൊരു തരത്തിലും മൂവ്മെന്റ് ഉണ്ടാവത്തില്ല. അത് റിജിഡ് ആയിട്ട് അവിടെ തന്നെ നിൽക്കും എന്നുണ്ടെങ്കിൽ ആ ഒരു കേസിനെ വിളിക്കുന്ന പേരാണ് അറ്റ് റെസ്റ്റ് കണ്ടീഷൻ. അതിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ സെന്റൻസ് വൈസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞത് വെച്ച് നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ.
when the retaining wall is rigidly fixed to the soil mass, no movement of retaining walls occurs, then the earth pressure at this condition is called earth pressure at rest. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ആ എഴുതിയേക്കുന്നതും ഈ പറഞ്ഞതും തമ്മിൽ ഒരു വ്യത്യാസമില്ല, സംഭവം കറക്റ്റ് ആണ്. അപ്പൊ ഇംഗ്ലീഷിലോട്ട് എങ്ങനെയാണ് അതിനാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആക്റ്റീവ് എർത്ത് പ്രഷർ. ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു മണ്ണിൽ ഇങ്ങനെ ഒരു മണ്ണുണ്ട്, അങ്ങനെ ഒരു റീറ്റെയിനിങ് വാളിനകത്ത് ഞാൻ മണ്ണ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുകയാണ്. ഈ മണ്ണിൽ നിന്നും ഈ ഒരു പ്രഷർ കാരണം ഈ റീറ്റെയിനിങ് വാൾ എവേ ഫ്രം ദ സോയിൽ, അതായത് ഈ റീറ്റെയിനിങ് വാളിന് എങ്ങനെ ഉണ്ടാവും, മൂവ്മെന്റ് ഉണ്ടാവുന്നത് ടുവേർഡ്സ് അല്ല എവേ ഫ്രം ദ സോയിൽ. ഈ സോയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രഷർ കാരണം ഈ ഒരു ഡയറക്ഷനിൽ അതിന് മൂവ്മെന്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇടത്തോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇടത്തോട്ട് എന്നല്ല ഉദ്ദേശിച്ചത്, എവേ ഫ്രം ദ സോയിൽ, ഈ ഒരു പ്രഷർ കാരണം ഈ ഒരു റീറ്റെയിനിങ് വാൾ എവേ ഫ്രം ദ സോയിൽ മൂവ്മെന്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് എർത്ത് പ്രഷർ ഇസ് നോൺ ആസ് ആക്റ്റീവ് എർത്ത് പ്രഷർ. നമുക്ക് അതിന്റെ എങ്ങനെയാണ് സെന്റൻസ് വൈസ് എഴുതുന്നത്? ആക്റ്റീവ് എർത്ത് പ്രഷർ occurs when retaining wall moves away from the backfill. ഇതിനെ വിളിക്കുന്ന പേരാട്ടോ ബാക്ക്ഫിൽ എന്ന് പറയുന്നത്. എർത്ത് ഫിൽ എന്നൊക്കെ വിളിക്കും, ബാക്ക്ഫിൽ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുമ്പോൾ എന്താണ് പാസീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആദ്യമേ മൂവ്മെന്റ് ഇല്ലാത്തതിനെ അട്രസ്റ്റ്, എവേ ഫ്രം ദ സോയിൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ആക്റ്റീവ് ആണ്. പാസീവ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇങ്ങനെ ഒരു മണ്ണ് ഇവിടെ സ്റ്റോർ ചെയ്ത് നിന്നാൽ പോലും ഈ റീറ്റെയിനിങ് വാളിന് അകത്തേക്ക് ടുവേർഡ്സ് ദ സോയിൽ മൂവ്മെന്റ് കാണിക്കാനുള്ള ടെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ അറ്റ് ദാറ്റ് ടൈം അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷറിനെ എന്തെന്ന് വിളിക്കാം? പാസീവ് എർത്ത് പ്രഷർ എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് 3 കണ്ടീഷൻസ്. ഇനി ഒരു കാര്യം കൂടെ പറയാം, അട്രസ് കണ്ടീഷൻ വിട്ടേരെ. ആക്റ്റീവ് കണ്ടീഷനിലും പാസീവ് കണ്ടീഷനിലും ഒരു പോയിന്റ് കൂടെ ഞാൻ ആഡ് ചെയ്യാം. ആക്റ്റീവ് കണ്ടീഷനിൽ ഞാൻ എന്താന്നാ പറഞ്ഞത്? എർത്ത് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് എവേ ഫ്രം ദ സോയിൽ മൂവ് ചെയ്യും. അങ്ങനെ എവേ ഫ്രം ദ സോയിൽ മൂവ് ചെയ്യുമ്പോൾ ഈ സോയിൽ, അതിന്റെ അകത്ത് നിൽക്കുന്ന ഈ സോയിലിന് ഒന്ന് സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും കാണുന്നത്. അതായത് കുറച്ചുകൂടെ വോളിയം, അതായത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് റിലാക്സ് ആവാനുള്ള രീതിയിൽ, ആ ഒരു സ്ട്രെസ് എല്ലാം ഒന്ന് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത്. കൺഫൈൻ ചെയ്തിരിക്കുന്നതിനെ ഒന്ന് നമ്മൾ ഫ്രീ ആക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫ്രീ ആവത്തില്ലേ, ആ സംഭവം അതൊന്ന് സ്ട്രെച്ച് ചെയ്യും. അതേസമയം നേരെ തിരിച്ച് പാസീവ് കണ്ടീഷൻ മീൻസ് ഈ റീറ്റെയിനിങ് വാളാണ് നമ്മൾ സോയിലിന്റെ അകത്തോട്ട് മൂവ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഈ സോയിലിനെ ഒന്ന് കംപ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കും പാസീവ് എർത്ത് പ്രഷർ കണ്ടീഷനിൽ അവിടെ നടക്കുന്നത്. ജസ്റ്റ് 2 പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം ഈ 3 കേസസിനെ പറ്റിയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ മൊത്തം പഠിക്കാനുള്ളത്. എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, എർത്ത് പ്രഷർ, ആക്റ്റീവ് എർത്ത് പ്രഷർ ആൻഡ് പാസീവ് എർത്ത് പ്രഷർ. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് 3 കേസസിലും 3 ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ പ്രോബ്ലംസ് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് ഡയറക്റ്റ്ലി പ്രോബ്ലംസ് എന്നുള്ള കേസിൽ അങ്ങ് പോവാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷനിലോട്ട് പോവാം. ഫസ്റ്റ് കണ്ടീഷൻ അട്രസ് കണ്ടീഷൻ ആണ്. അട്രസ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, റീറ്റെയിനിങ് വാളിന് മൂവ്മെന്റ് ഇല്ലാത്ത തരത്തിലാണ് അവിടെ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രഷർ, ലാറ്ററൽ എർത്ത് പ്രഷർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എനിക്കൊരു ഇക്വേഷൻ ഉണ്ട്. P0 വിൽ ബി ഈക്വൽ ടു K0 ഇൻറ്റു സിഗ്മ വി. ഹിയർ K0 എന്ന് പറയുന്ന സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ earth pressure at rest. കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. ഇനി സിഗ്മ വി എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ സ്ട്രെസ്. എന്താണ് വെർട്ടിക്കൽ സ്ട്രെസ്? അത് നിങ്ങൾ GT1 പഠിക്കുന്ന ഒരു സാധനമാണ്, എഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലേ. എഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് ആണ് എന്തെന്ന് പറയുന്നത്, സിഗ്മ വി എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് GT1 പഠിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഈ ഒരു ടോപ്പിക്കിനകത്ത് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നതൊക്കെ ഒന്ന് പറഞ്ഞു തന്ന് പോവാം. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഞാൻ അത് പറഞ്ഞു തന്നിട്ടായിരിക്കും പോകുന്നത്. അപ്പം എഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ എഴുതി വെച്ചോ, ഗാമ ഡാഷ് ഇൻറ്റു എച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഇസഡ് എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എച്ചോ ഇസഡോ എന്താണെങ്കിലും അതൊന്നും കുഴപ്പമില്ല. ഇനി K0 അതായത് എന്റെ കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ K0 വിൽ ബി ഈക്വൽ ടു 1 മൈനസ് സൈൻ ഫൈ. എന്താണ് ഫൈ? ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ. ആ ഫൈ വാല്യൂ, ആ ആംഗിൾ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും. അട്രസ് കണ്ടീഷൻ ആണോ, പാസീവ് എർത്ത് പ്രഷർ ആണോ കണ്ടുപിടിക്കേണ്ടത്, ആക്റ്റീവ് എർത്ത് പ്രഷർ ആണോ കണ്ടുപിടിക്കേണ്ടതെന്നെല്ലാം ക്വസ്റ്റ്യന് നല്ല വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് K0 ഒക്കെ ആക്റ്റീവ് കണ്ടീഷൻ വരുമ്പോൾ വേറെ ഇക്വേഷൻ ആവും, പാസീവ് വരുമ്പോൾ വേറെ ഇക്വേഷൻ ആവും. നമ്മൾ ഇപ്പൊ നോക്കുന്നത് അട്രസ് കണ്ടീഷൻ ആണ്. അട്രസ് കണ്ടീഷനിൽ K0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 1 മൈനസ് സൈൻ ഫൈ എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അട്രസ് കണ്ടീഷനിലെ പ്രഷർ കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും.
ഇതേ കണക്ക് തന്നെ പാസീവ് എർത്ത്, അതെല്ലാം നമുക്ക് ഇത് കണക്ക് ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് പറയുക, ഡയറക്റ്റ് പ്രോബ്ലത്തിനകത്തോട്ട് പോവാം. ഓക്കെ ഓക്കെ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. A retaining wall 5 meter height supports a cohesionless backfill. The soil has a specific gravity of 2.7 and a void ratio 0.74. Determine the earth pressure developed if the movement of the retaining wall is not allowed. Take the coefficient of earth pressure as 0.5. Also determine the point of application of earth pressure. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ചെയ്യേണ്ടത് ഏത് കണ്ടീഷനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് മനസ്സിലാക്കുക. അതായത് ഇവിടെ ഒരു സെന്റൻസിലാണ് പറഞ്ഞിരിക്കുന്നത്, അഡ്രസ് എന്ന് പറയുന്ന ഒരു വാക്കുമില്ല, പാസീവ് എന്ന് പറയുന്ന ഒരു വാക്കുമില്ല, ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു വാക്കുമില്ല. വിച്ച് മീൻസ് ദാറ്റ് കൺസെപ്റ്റ് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാവത്തില്ല. അപ്പൊ അവർ ഒരു സെന്റൻസ് പറയുന്നുണ്ട്, ഇഫ് ദ മൂവ്മെന്റ് ഓഫ് ദ റീറ്റെയിനിങ് വോൾ ഇസ് നോട്ട് അലൗഡ്. റീറ്റെയിനിങ് വോളിന് മൂവ്മെന്റ് അലൗഡ് അല്ല എന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഏത് കണ്ടീഷൻ ആയി? വിച്ച് ഇസ് അറ്റ് റെസ്റ്റ് കണ്ടീഷൻ, അതായത് ഫസ്റ്റ് കേസ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കി എടുക്കണം. പിന്നെ അവർ തന്നേക്കുന്ന വാല്യൂസ് എല്ലാം ഒന്ന് ടെസ്റ്റ് ഞാൻ എഴുതുക. ജസ്റ്റ് ഞാൻ വാല്യൂസ് എടുത്ത് എഴുതുമ്പോഴത്തേക്കും ഏതൊക്കെയാണ് തന്നേക്കുന്നത്? ഒരു റീറ്റെയിനിങ് വാൾ ഉണ്ട്, ആ റീറ്റെയിനിങ് വാളിന്റെ 5 മീറ്റർ ഹൈറ്റ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ ഫിഗർ വരയ്ക്കുകയാണ്, ഒരു റീറ്റെയിനിങ് വാൾ ഞാൻ വരയ്ക്കും. എടുത്ത് ഗിവൺ വാല്യൂസ് എന്ന് പറഞ്ഞ് എഴുതുന്നതിനെക്കാട്ടിൽ ബെറ്റർ നമ്മളൊരു ഫിഗർ വരച്ച് അതിനകത്തോട്ട് കാര്യങ്ങൾ മാർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ എന്റെ റീറ്റെയിനിങ് വാളിനെ ഞാൻ എടുത്ത് വരച്ചു. ആ റീറ്റെയിനിങ് വാളിന്റെ ഹൈറ്റ് എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട്? 5 മീറ്റർ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, 5 മീറ്റർ, അത് ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ സപ്പോർട്ട്സ് എ കൊഹഷൻലെസ് ബാക്ക്ഫിൽ. ആ കൊഹഷൻലെസ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? കാരണം നമുക്കിനി കുറെ വേരിയസ് ടൈപ്സ് അല്ലെങ്കിൽ കേസസ് പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. നമ്മൾ ഇനി ആദ്യമേ കുറച്ച് സെറ്റ് ഓഫ് പ്രോബ്ലംസോ അല്ലെങ്കിൽ കേസസോ പഠിക്കുന്നത് ഫുള്ളും കൊഹഷൻലെസ് സോയിൽസിനെ പറ്റിയിട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും കൊഹസീവ് സോയിൽ, അതായത് കൊഹഷൻ എന്ന് പറയുന്ന ഒരു ടേം. എന്താണ് കൊഹഷൻ? ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജഷൻ ആൻഡ് കൊഹഷൻ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൊഹഷൻ എന്ന് പറയുമ്പോൾ സെയിം പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലെ സെയിം മെറ്റീരിയൽസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇപ്പം വെള്ളവും വെള്ളം വേണ്ട, സോയിൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് മൺതരികൾ അല്ലെ, ആ മൺതരികൾ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരും. ചെളിമണ്ണ് അല്ലെ, അത് ചെളി. അപ്പം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ സെയിം പാർട്ടിക്കിൾസ്, അവിടെയാണ് കൊഹഷൻ. അപ്പൊ സോയിൽസിന്റെ കേസിൽ നമ്മൾ എന്ത് പറയത്തുള്ളൂ? കൊഹഷൻ എന്നേ പറയത്തുള്ളൂ. അപ്പൊ എന്താണ് അഡ്ജഷൻ? അഡ്ജഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് മെറ്റീരിയൽസ് തമ്മിലുള്ളൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു കുറച്ച് വെള്ളം എടുക്കുക, ആ വെള്ളം എടുത്ത് ഞാൻ കുറച്ച് പേപ്പറിനകത്തോട്ട് ഒഴിക്കുക. പേപ്പർ വേറൊരു മെറ്റീരിയൽ, വെള്ളം വേറൊരു മെറ്റീരിയൽ. പക്ഷെ എന്ത് പറ്റും? ഈ പേപ്പർ പെട്ടെന്ന് ഭയങ്കരമായിട്ട് വെള്ളത്തിനെ കയറി അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ വെള്ളവും പേപ്പറും കൂടെ ഭയങ്കര അഫിനിറ്റി ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഡിഫറെന്റ് മെറ്റീരിയൽസ് തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അവിടെ അഡ്ജഷൻ ആണ്. നമ്മൾ ഈ ഫെവി സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നേരത്ത് ഒട്ടിക്കത്തില്ലേ, അതിനകത്ത് നോക്കുമ്പോൾ അഡ്ജസീവ് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. വിച്ച് മീൻസ് നമ്മൾ രണ്ട് ഡിഫറെന്റ് മെറ്റീരിയൽസിനെ തമ്മിൽ ഒട്ടിക്കാൻ സഹായിക്കുന്ന സാധനമാണത്. കൊഹഷൻ നമ്മളപ്പോൾ മണ്ണിന്റെ കേസിൽ എന്ത് പറയത്തുള്ളൂ? അഡ്ജഷൻ പറയത്തില്ല, കൊഹഷൻ മാത്രമേ പറയത്തുള്ളൂ. സെയിം മെറ്റീരിയൽസ്, അതായത് മൺതരികൾ, വേറൊരു മൺതരിയും വേറൊരു മൺതരിയും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അപ്പോൾ കൊഹഷൻ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കൊഹഷൻലെസ് സോയിൽസ്. നമ്മൾ ആദ്യം എല്ലാം നോക്കുന്നത് എന്തിനെ പറ്റിയായിരിക്കും? കൊഹഷൻലെസ് സോയിൽസിനെ പറ്റിയിട്ടായിരിക്കും നോക്കുന്നത്. കോസി സോയിലിന്റെ പ്രോബ്ലംസ് നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ചെയ്യാം. അപ്പൊ ഇതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് കയറാം. അപ്പൊ കൊഹഷൻലെസ് ബാക്ക്ഫിൽ. ദ സോയിൽ ഹാസ് എ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 2.7. അപ്പം ഇവിടുത്തെ സോയിലിന്റെ പ്രോപ്പർട്ടീസ് ഞാൻ ഇവിടെ ആയിട്ട് എഴുതുക. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് നോട്ടഡ് ആസ് G, വിച്ച് ഇസ് 2.7. ആൻഡ് വോയിഡ് റേഷ്യോ, ഇതൊക്കെ GT1 സാധനമാണ്, 0.74. ഓക്കെ, ഡിറ്റർമൈൻ ദ എർത്ത് പ്രഷർ ഡെവലപ്ഡ്. അത് ടെൻഷൻ അടിക്കേണ്ട, GT1 അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. 0.74 ആണ്. ഓക്കെ, 0.74. ആൻഡ് എന്താ വന്നിരിക്കുന്നത്? ഡിറ്റർമൈൻ ദ എർത്ത് പ്രഷർ ഇഫ് ദ മൂവ്മെന്റ് ഓഫ് ദ റീറ്റെയിനിങ് വാൾ ഇസ് നോട്ട് അലൗഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ആ ഒരു മൂവ്മെന്റ് അലൗഡ് ആയിട്ടില്ല, വിച്ച് മീൻസ് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് കണ്ടീഷൻ. അത് മനസ്സിലാക്കാനാണ് ആ ഒരു സെന്റൻസ് തന്നിരിക്കുന്നത്. ടേക്ക് ദ കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ ആസ് 0.5. അതായത് ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ വിച്ച് ഇസ് K0 തന്നിട്ടുണ്ട്. എത്രയാണ്? 0.5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതായത് K0 = 1 - sin phi എന്ന് പറയുന്ന ഇക്വേഷൻ എനിക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ ആണല്ലോ? ഈ കാലഘട്ടത്തിന്റെ ചരിത്രപരമായ കടമ നിറവേറ്റുന്ന ഓരോ വോട്ടർമാരോടും വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചിഹ്നം കപ്പൽ, നമ്മുടെ സാരഥി CP ജോൺ. ഓക്കെ, അപ്പം ഇവിടെയാണ് എന്റെ സോയിൽ ഫില്ല് ചെയ്തിട്ടേക്കുന്നത്. സോയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തന്നേക്കുന്നത്. ഓൾസോ ഡിറ്റർമൈൻ ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് എർത്ത് പ്രഷർ. അതെങ്ങനെയാണെന്ന് നമുക്ക് ലാസ്റ്റ് പ്രോബ്ലം ചെയ്തതിന് ശേഷം പറയാം. അപ്പൊ ഞാൻ തന്നേക്കുന്ന വാല്യൂസ് എല്ലാം ഒരു ഫിഗർ കണക്കെടുത്ത് വരച്ചു. അപ്പം
ഈ ഒരു GT2 ഫസ്റ്റ് മൊഡ്യൂൾ എവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി ആ ക്വസ്റ്റ്യനെ ഇതേ കണക്ക് ഒരു ഫിഗർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഫിഗർ ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് എളുപ്പമായിരിക്കും, പിന്നീട് ചെയ്യാനായിട്ട് ഒരു ഫ്ലോ കിട്ടും, അത് ഒരു ഇൻട്രസ്റ്റോടെ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എയർ പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എയർ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എനിക്കറിയാം, K0 × സിഗ്മ വി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ ഒന്നും കൂടെ മാറ്റി എഴുതുവാണെങ്കിൽ K0 × സിഗ്മ വി ക്യാൻ ബി റിട്ടൺ ആസ് ഗാമ ഇൻറ്റു എച്ച് ഓർ ഇസഡ്. ഇസഡോ എച്ചോ എന്ത് വേണമെങ്കിലും ലെറ്റർ വേണമെങ്കിലും കൊടുക്കാം. ചില ടെക്സ്റ്റുകൾ ഇസഡ് എന്നായിരിക്കും, ചില ടെക്സ്റ്റുകൾ എച്ച് എന്നായിരിക്കും. അപ്പോൾ P0 = K0 × ഗാമ എച്ച്. ഈ ഇക്വേഷൻ പഠിച്ചാലും മതി. ഗാമ എന്താ? ഗാമ GT1 തന്നെ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്ന ഒരു സാധനമാണ് ഗാമ. യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി സോയിൽ. അപ്പം ആ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി സോയിൽ, അതായത് വെയിറ്റ് ഡെൻസിറ്റി എന്ന് വേണേൽ വേറെ പറയാം, വേറൊരു പേര് പറയുവാണെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയാം. പലതരത്തിലുള്ള വെയിറ്റ് ഡെൻസിറ്റീസ് ഉണ്ട്. ഗാമയുണ്ട്, അതിനെ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയാം. ഗാമ ഡി ഉണ്ട്, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. ഓക്കെ, ഇനി ഗാമ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്നുണ്ട്. പിന്നെ ഗാമ സബ് അല്ലെങ്കിൽ ഗാമ സബ്മേഴ്സ്ഡ് എന്നൊക്കെ പറയാം. ഓക്കെ, ഗാമ ഡാഷ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ ഇങ്ങനെ 4 യൂണിറ്റ് വെയിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇവിടെ ഗാമ ഡി എന്ന് പറയുമ്പോൾ ഫുള്ളി ഡ്രൈ കണ്ടീഷൻ ആണ്, അതായത് അവിടെ വെള്ളമില്ല, വെള്ളത്തിന്റെ അംശം ഇല്ലാത്ത ടൈപ്പ് ഓഫ് സോയിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഗാമ ഡി എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്യുന്നത്. ഫുള്ളി ആ ഒരു മണ്ണിൽ വെള്ളം നിറഞ്ഞിരിക്കുവാണ്. എടാ, മൺതരികൾ ഇങ്ങനെ ഉണ്ടാവും. ആ മൺതരികളുടെ ഇടയ്ക്ക് എന്തുണ്ടാവും? വോയിഡ് സ്പേസസ് ഉണ്ടാവും, അല്ലെ? വോയിഡ് സ്പേസിന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ വോയിഡ് സ്പേസസിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്താണ് ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ വോയിഡ് സ്പേസസിൽ വെള്ളം ഇല്ല, ഫുള്ളി ഡ്രൈ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഏതാ? ഗാമ ഡി എന്ന് പറയുന്ന ഒരു സാധനമായിരിക്കും കണ്ടുപിടിക്കേണ്ടി വരുന്നത്. ഇനി ആ വോയിഡ് സ്പേസ് എന്ന് പറയുമ്പോൾ ആ മൺതരികളുടെ ഇടയ്ക്കുള്ള ചെറിയ നമുക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു സ്പേസ് ആണ്. ആ സ്പേസിൽ വെള്ളം ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുക, അതായത് ഒരു സ്പേസ് പോലും ബാക്കിയില്ല, ഉള്ള സ്പേസിലെല്ലാം വെള്ളം കയറി നിൽക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കണ്ടീഷൻ ക്യാൻ ബി കോൾഡ് ആസ് ഗാമ സാച്ചുറേറ്റഡ്. ഇനി ഗാമ ഡാഷ് എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ. ഗാമ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഗാമ എന്ന് പറയുമ്പോഴത്തേക്കും ഈ 2 കണ്ടീഷൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ? ഇല്ല. ഒരു പർട്ടിക്കുലർ സോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സോയിലിൽ കുറച്ച് ഭാഗം വെള്ളവും നിറയാം, കുറച്ച് ഭാഗം എയറും, ഒരു മിക്സഡ് കണ്ടീഷനിൽ ഇരിക്കുന്നുണ്ടാവും. അതായത് അവിടെ എയറും ഉണ്ട്, വെള്ളത്തിന്റെ അംശവും ഉണ്ട്, അതേ കണക്ക് തന്നെ സോയിൽ പാർട്ടിക്കിൾസും ഉണ്ട്. എല്ലാം കൂടെ ഒരു മിക്സഡ് കണ്ടീഷൻ ആണെങ്കിൽ ഇതിനെ വിളിക്കുന്നതാണ് വെറും ഗാമ, അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു പേരാണ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ ഏതാണോ അതിനനുസരിച്ച് നമ്മൾ അത് ഏത് യൂസ് ചെയ്യണം. അപ്പൊ ഈ കണ്ടീഷനിൽ ഞാൻ എന്താണ് എനിക്ക് വേണ്ടുന്നത്? ഗാമ ഡി യൂസ് ചെയ്യണോ, ഗാമ സാറ്റ് യൂസ് ചെയ്യണോ, ഗാമ യൂസ് ചെയ്യണോ? ഇതിൽ 3 ഏത് യൂസ് ചെയ്യും? നമുക്ക് ഡ്രൈ കണ്ടീഷൻ ആണെന്ന് ക്വസ്റ്റിനെ പറഞ്ഞിട്ടില്ല. ഫുള്ളി സാച്ചുറേറ്റഡ് ആവാനായിട്ട് ഏതെങ്കിലും വാട്ടർ ടേബിൾ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പറയും. അത് അങ്ങനത്തെ കേസൊക്കെ നമ്മൾ ചെയ്യും. ഇതൊന്നും പറയാത്ത സ്ഥിതിക്ക് നമ്മൾ ഏത് യൂസ് ചെയ്യണം? ഇവിടെ ഗാമ എന്ന് പറയുന്ന കണ്ടീഷനാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നോക്കിക്കേ, ഇവിടെ ഗാമ എന്ന് പറയുന്ന ഇവിടെയുള്ള ഈ സോയിലിനകത്തുള്ള ഗാമ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. പക്ഷെ ഗാമ കണ്ടുപിടിക്കാനുള്ള വാല്യൂസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ജിയും തന്നിട്ടുണ്ട്, ഇയും തന്നിട്ടുണ്ട്. GT1 ഫസ്റ്റ് മൊഡ്യൂളിലെ നമുക്ക് ഇക്വേഷൻ ആണ് ഗാമ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഗാമ ഈക്വൽ ടു ഗാമ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സോയിൽ വിൽ ബി ഈക്വൽ ടു G plus ES by 1 plus E into ഗാമ W. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ ഗാമ ഡി കണ്ടുപിടിക്കാനാണെങ്കിൽ ഗാമ ഡി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ജി എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ഇത് ജസ്റ്റ് ഫോർ ദ പീപ്പിൾ ഹു എന്താണ് ഇത് അറിഞ്ഞുകൂടാത്തത്, GT1 എന്ന് പറയുന്ന ടോപ്പിക്ക് വൃത്തിയായിട്ട് മനസ്സിലാക്കി വരാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത്, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക. ഓക്കെ, അറിയാമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക. കാര്യങ്ങൾ സിമ്പിൾ ആണ് സംഭവം. ഇക്വേഷൻസ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പം ജി എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇ തന്നിട്ടുണ്ട്. എസ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, അതായത് ആ വോയിഡ് സ്പേസസിൽ എന്തോരം വെള്ളമുണ്ട് എന്നുള്ളതിന്റെ ഒരു കണക്ക്, അതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ആ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. ഓക്കെ, അതിപ്പോ ഗാമ കണ്ടുപിടിക്കണമെങ്കിൽ അത് ഉണ്ടെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഗാമ എന്ന് പറയുമ്പോഴത്തേക്കും ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ്. അവിടെ എന്തൊക്കെയുണ്ട്? വെള്ളമുണ്ട്, എയറും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ആ ഒരു വെള്ളത്തിന്റെ അളവ് എത്ര എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ കണ്ടീഷൻ അല്ല ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഗാമ ഡിക്കുള്ള ഇക്വേഷൻ നോക്കിക്കോ. ഗാമ ഡി എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല? വെള്ളമില്ല. മൺതരികളുടെ ഇടയ്ക്ക് എന്തുണ്ട്? വോയിഡ് സ്പേസസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗാമ ഡി എന്ന് പറയുന്ന ഇക്വേഷൻ എന്താവും? G പ്ലസ് ഇ ഇൻറ്റു എസ് എന്ന് പറയുന്നത് എന്താന്ന് ഞാൻ പറഞ്ഞത്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്, അതായത് എന്തോരം വെള്ളമാണ് മൺതരികളുടെ ഇടയ്ക്കുള്ളത്. വെള്ളം ഇല്ലാത്ത സ്ഥിതിക്ക് എസിന്റെ വാല്യൂ എന്താവും? 0 ആവും. ഏത് കേസിൽ? ഗാമ ഡിയുടെ കേസിൽ. അപ്പൊ ഇ ഇൻറ്റു 0 വിച്ച് ഇസ് 0. അപ്പൊ എനിക്ക് ഇവിടെ G പ്ലസ് 0, അത് G എന്ന് മാത്രം എഴുതിയാൽ മതി, ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു.
ഇതാണ് ഗാമ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഗാമ സാറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. ഗാമ സാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ വോയിഡ് സ്പേസസിൽ എന്തില്ല? എയർ ഇല്ല. പകരം ആ എയർ വോയിഡ് സ്പേസസ് ഫുള്ളും എന്ത് നിറഞ്ഞിരിക്കുക? വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുക. എയർ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇല്ല. വിച്ച് മീൻസ് ഈ എസിന്റെ വാല്യൂ, എസിന്റെ റേഞ്ച് എത്ര വരുന്നത് അറിയാവോ? എസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 100 എന്ന് പറയുന്ന വാല്യൂ ആണ്. 0 മീൻസ് ഇറ്റ് ഇസ് ഗാമ ഡി ആൻഡ് 100 മീൻസ് ഇറ്റ് ഇസ് ഗാമ സാച്ചുറേറ്റഡ്. ഫുള്ളി അത് അതിന്റെ എയർ ആ ഒരു വോയിഡ് സ്പേസിൽ മൊത്തത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ 100% അത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഇവിടെ എസിന്റെ വാല്യൂ 100 ആവുക എന്ന് പറയുമ്പോൾ പെർസെന്റേജിലാണ് 100%. നമ്മൾ 0 to 1 എന്നുള്ള രീതിയിലാണ് എഴുതുന്നത് കേട്ടോ. 0 to 1 എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 1 എന്ന് പറയുമ്പോൾ 100% സാച്ചുറേറ്റഡ്. അപ്പൊ ഇവിടെ എസിന്റെ വാല്യൂ എന്താവും? സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. therefore this ഇക്വേഷനിൽ എസിന്റെ വാല്യൂ എന്താവും? അപ്പൊ 1 ആവും. therefore G plus E by 1 plus E into gamma W. അങ്ങനെ ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് 3ആണ് GT1 നിന്നും ഈ ഒരു മൊഡ്യൂളിലെ ഈ ടോപ്പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് കൊണ്ടുവരേണ്ട ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇത് നോക്കി മനസ്സിലാക്കാം. അപ്പൊ ഈ 3 ഇക്വേഷൻസ് എഴുതി വെച്ചേ. ഇത് 3ഉം ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ തോറും യൂസ് ചെയ്യുമ്പോഴത്തേക്കും കാര്യങ്ങൾ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് എന്താ പ്രോബ്ലത്തിനകത്തോട്ട് തിരിച്ചു വരാം. അപ്പൊ പ്രോബ്ലത്തിനകത്ത് ഒരു കാര്യം ഞാൻ വായിക്കാൻ വിട്ടുപോയി. ഡ്രൈ കോഷൻലെസ് ഫിൽ എന്ന് എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യനിൽ. ഡ്രൈ മീൻസ് ഇത് ഏത് കണ്ടീഷനാണ്? ഗാമ ഡി കണ്ടീഷനാണ്. ഡ്രൈ മീൻസ് അവിടെ വെള്ളത്തിന്റെ അംശം ഇല്ല. അപ്പം ഡ്രൈ കോഷൻലെസ് ഫിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? ഇപ്പൊ ഗാമ എന്ന് പറയുന്ന കണ്ടീഷനാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ എസിന്റെ വാല്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാവും. നമുക്ക് ഇതൊന്നും തന്നിട്ടില്ല. therefore ഡ്രൈ കോഷൻലെസ് ഫിൽ എന്ന് പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗാമ ഡി ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു അല്ലെങ്കിൽ G by 1 plus E into ഗാമ ഡബ്ല്യു. അപ്പൊ ഇതിൽ നിന്നും എനിക്ക് ഗാമ ഡിയുടെ വാല്യൂ എനിക്ക് കണ്ടുപിടിച്ചൂടെ? എനിക്കറിയാം ഗാമ ഡബ്ല്യൂയുടെ വാല്യൂ എത്രയാണെന്ന് അറിയാം. 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജിയുടെ വാല്യൂ എത്രയാണെന്ന് അറിയാം? 2.7. therefore 2.7 into gamma W is 9.81 divided by 1 plus 0.74. E is 0.74. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിക്കേ. നിങ്ങൾ കൂടെ ചെയ്ത് പോകണം കേട്ടോ. കാൽക്കുലേറ്റർ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 15.2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന വാല്യൂ ആണ്. therefore ഇവിടെ ഞാൻ എന്ത് കണ്ടുപിടിച്ചു? ഗാമ ഡിയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? 15.22 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിച്ചു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇക്വേഷൻ, ഈ പറയുന്ന വാല്യൂ കൊണ്ടുപോയി നമ്മുടെ ലാറ്ററൽ എർത്ത് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം തീരും. അപ്പൊ ഞാൻ ബസ് ചുമ്മാ എടുത്തിരിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ഓരോരോ ലെയർ കൺസിഡർ ചെയ്യണം. ആ ലെയറിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം നമ്മൾ ഓരോരോ ലാറ്ററൽ പ്രഷർ കണ്ടുപിടിക്കേണ്ടത്. ഒന്നും മനസ്സിലായി കാണത്തില്ല, പറഞ്ഞുതരാം. ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഞാൻ ഇതിനെ എന്ത് ചെയ്തു? ഓരോരോ ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. വിച്ച് മീൻസ് ഞാൻ ഇതിനെ എ എന്ന് പറയുന്ന ഒരു ലെയർ എന്ന് വിളിച്ചു. ഇതിനിടയ്ക്ക് വേറെ ലെയർ ഒന്നുമില്ല. therefore this layer as BB. അപ്പം എ എന്ന് പറയുന്ന ലെയറിൽ ഞാൻ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഈ പറയുന്ന P equal to K0 into gamma into H എന്ന് പറയുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പം എ എന്ന് പറയുന്ന ലെയറിൽ ഞാൻ P0 കണ്ടുപിടിക്കുമ്പോൾ K0 ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്ര? 0.5. ഗാമ ഡി ആണ് കറസ്പോണ്ടിങ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഈ സോയിലിൽ ഗാമ ഡി ആണ്. therefore ഗാമ ഡി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എത്രയാണ്? 15.2 into H. ഈ ലെയർ കൺസിഡർ ചെയ്യുമ്പോൾ ടോപ്പിൽ നിന്നും നമ്മുടെ ഈ ഗ്രൗണ്ട് സർഫസിൽ നിന്നും, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സർഫസ്, ഈ ഗ്രൗണ്ട് സർഫസിൽ നിന്നും ഏത് ലെയർ വരെയാണോ കൺസിഡർ ചെയ്യുന്നത് അതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എച്ചോ അല്ലെങ്കിൽ ഇസഡോ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് തന്നെ ടോപ്പ് ലെയർ ആണ്. വിച്ച് മീൻസ് ദാറ്റ് എച്ച് വിൽ ബി 0. അങ്ങനെയാണെങ്കിൽ P0 അറ്റ് എ എന്ന് പറയുന്ന ലെയർ എത്ര കിട്ടും? 0 കിട്ടും. ഇനി അടുത്ത ലെയർ ഏതാ ഉള്ളത്? എനിക്ക് BB എന്ന് പറയുന്ന ലെയർ ആണ് കൺസിഡർ ചെയ്യുന്നത്. BB എന്ന് പറയുന്ന ലെയർ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും P0 എന്ന് പറയുന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെയും എന്താണ്? K0 ഇൻറ്റു ഇവിടെ ഗാമ ഡി ഇൻറ്റു എച്ച് ആണ്. K0 is none other than 0.5. ഗാമ ഡി ഈസ് സെയിം സോയിലാണ്. അപ്പം 15.2 ഇൻറ്റു എച്ച്. ഇവിടുത്തെ എച്ച് എന്താവും? ഈ ടോപ്പ് സർഫസിൽ നിന്നും എൻ്റെ ഈ ലെയർ വരെയുള്ള ഡിസ്റ്റൻസ് വിച്ച് ഇസ് 5 മീറ്റർ. അപ്പൊ എനിക്ക് 5 മീറ്റർ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് P0യുടെ വാല്യൂ
38.05 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പം രണ്ട് ലെയറിലെയും കണ്ടുപിടിക്കണം. എന്തിനാണ് രണ്ട് ലെയറിലെയും കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അതിന് നമുക്ക് എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കണം. എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കുവാനായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിഫറെന്റ് ലെയേഴ്സിൽ എത്രയാണ് പ്രഷർ അവിടെ ആക്ട് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കണം. ഇനി എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആൻസർ ചെയ്തു തുടങ്ങുമ്പോൾ ഇത് വരച്ചിട്ട് ഇതിന്റെ റൈറ്റ് സൈഡിലോട്ട് കുറച്ചുകൂടെ സ്പേസ് ഉണ്ടാവുന്ന രീതിയിൽ വേണം ഈ ഫിഗർ വരയ്ക്കാൻ. ഞാനിപ്പോൾ ഇത് ആ റൈറ്റ് ലൈനിൽ വരച്ചുകൊണ്ട് എനിക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. എപ്പോഴും ലെഫ്റ്റ് ചേർത്ത് വേണം വരയ്ക്കാൻ. സച്ച് ദാറ്റ് റൈറ്റിലോട്ട് എനിക്ക് എർത്ത് പ്രഷർ ഡയഗ്രാം അതിന്റെ കൂട്ടത്തിൽ തന്നെ വരച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ച്ചിട്ട് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിന്റെ വാല്യൂസ് ഒക്കെ ഇവിടെ എന്തായിരുന്നു, ഗാമ ഡി അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മുടെ വാല്യൂസ് ഒക്കെ ഇവിടെ എഴുതുന്നത് ഈ ഫിഗർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരണം. അപ്പം ഞാൻ ഒന്നുകൂടെ വരയ്ക്കുന്നില്ല, ഇത് ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യണം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യമേ വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് എ എന്ന് പറയുന്ന ഈ ലെയറിൽ കിട്ടിയ P0 വാല്യൂ എത്ര ആയിരുന്നു? 0 ആയിരുന്നു അല്ലേ? അപ്പൊ ഞാൻ 0 എന്ന് പറഞ്ഞത് ഈ പോയിന്റിൽ മാർക്ക് ചെയ്യും. ഇനി ബി എന്ന് പറയുന്ന ലെയറിൽ എനിക്ക് എത്ര കിട്ടിയത് P0 വാല്യൂ? എത്ര ആയിരുന്നടാ? 38.05. അതെന്ന് പറയുമ്പോൾ 38.05 എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് മാറ്റി ഒന്ന് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യണം. അപ്പൊ ഇത് ഈ വാല്യൂ ആണെന്ന് പറയുന്നത്, ഈ ഒരു വാല്യൂ ആണെന്ന് പറയുന്നത് 38.05 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഇതാണ് എൻ്റെ എർത്ത് പ്രഷർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഇനി എർത്ത് പ്രഷർ ഡയഗ്രാം എന്തിനാണ്, ലാസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടായിരുന്നു. ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് എർത്ത് പ്രഷർ. പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് എർത്ത് പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതിന് മുന്നേ നമുക്ക് ടോട്ടൽ എർത്ത് പ്രഷർ എത്രയാണെന്ന് കൂടെ കണ്ടുപിടിക്കണം. ഇതിപ്പം ബിയിൽ എനിക്ക് 38.05 എന്ന് അറിയാം, ഇവിടെ 0 എന്നും അറിയാം. പക്ഷെ ഇവിടെ ടോട്ടൽ എർത്ത് പ്രഷർ എത്രയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കിട്ടുന്ന ഫിഗർ, ഇപ്പൊ ട്രയാങ്കിൾ കിട്ടി, ചില കേസസിൽ നമുക്ക് ട്രപ്പിസോയിഡ് കിട്ടും, ചില കേസിൽ സ്ക്വയർ കിട്ടും. അപ്പം അങ്ങനെ ഏത് ഫിഗർ ആണോ കിട്ടുന്നത്, ഇതിൽ കൂടുതൽ ഫിഗർ വരുന്ന കേസസ് ഒക്കെ വരും. ആ ഒരു എല്ലാ ഫിഗറുകളുടെയും ഏരിയ എടുക്കണം, ടോട്ടൽ സം ഓഫ് ദി ഏരിയ. അതാണ് ടോട്ടൽ പ്രഷർ ദാറ്റ് ഈസ് ആക്ടിങ് ഓൺ ദിസ് റീറ്റെയിനിങ് വാൾ. ഇങ്ങനെ കിട്ടുന്ന എർത്ത് പ്രഷർ ഡയഗ്രത്തിന്റെ ഏതൊക്കെ ഫിഗേഴ്സ് ആണോ വരുന്നത്, ഇപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ് കിട്ടിയേക്കുന്നത്, അതേ കണക്കിന് കിട്ടുന്ന ഫിഗറിന്റെ എല്ലാത്തിന്റെയും കൂടെ ഏരിയകളുടെ സം എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു എച്ച്. ഇവിടെ ബേസ് എത്രയാണ്? 38.05 ഇൻറ്റു ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ്? ഇത് 5 മീറ്റർ ആണ് അല്ലേ? അപ്പം 5 മീറ്റർ. ഇത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ടോട്ടൽ thrust that is acting on this retaining wall അത് കിട്ടും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നത് 95.125 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ ടോട്ടൽ പ്രഷർ കണ്ടുപിടിച്ചു. ലാസ്റ്റ് ഒരു ഒറ്റ കാര്യം കൂടെ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്നും. ഇങ്ങനെ ഒരു ത്രസ്റ്റ് ഇവിടെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടല്ലേ, ഈ ഒരു ത്രസ്റ്റ് ടോട്ടൽ എത്രയാണ് ആക്ട് ചെയ്യുന്നത് എനിക്ക് കിട്ടി. പക്ഷെ ഇതെല്ലാം കൂടെ നമുക്കിപ്പോൾ സെന്റർ ഓഫ് മാസ് എന്നൊക്കെ പറയുന്ന ഒരു ബോഡിയിൽ മാസ് എല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും ആക്യുമുലേറ്റ് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ ഈ പ്രഷർ എല്ലാം കൂടെ ചെന്ന് ആക്ട് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലാന്ന് പറയാം. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. വിച്ച് മേ ബി എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ആക്ട് ചെയ്യുന്നത്. ദാറ്റ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ആ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഫിഗർ, കിട്ടുന്ന ഫിഗറിന്റെ സെൻട്രോഡ് കണ്ടുപിടിച്ചാൽ മതി. കിട്ടുന്ന ഫിഗറിന്റെ സെൻട്രോഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്. അതിന്റെ സെൻട്രോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രം ദ ബേസ് എത്രയാണ്? h/3 അല്ലെ? ഹൈറ്റിന്റെ ബൈ 3 എന്ന് പറയുന്നത്. ട്രയാങ്കിളിന്റെ സെൻട്രോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇത് h/3. ബേസിൽ നിന്നും h/3 ഡിസ്റ്റൻസും അപ്പെക്സിൽ നിന്നും ആണെന്നുണ്ടെങ്കിൽ 2h/3 ഡിസ്റ്റൻസും. ഇത് 2h/3യും ഇത് എത്ര വരും? h/3 ഡിസ്റ്റൻസ്. അപ്പൊ h/3 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും? 5/3. 5/3 എന്ന് പറയുമ്പോഴത്തേക്കും 1.67 മീറ്റർ. അപ്പൊ അവസാനം നിങ്ങൾ ആൻസർ എടുത്ത് എഴുതേണ്ടത് എ ടോട്ടൽ പ്രഷർ അല്ലെ ടോട്ടൽ ത്രസ്റ്റ് ഓഫ് 95.125 കിലോ ന്യൂട്ടൺ ഈസ് ആക്ടിങ് ഓൺ ദ റീറ്റെയിനിങ് വാൾ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.67 മീറ്റർ ഫ്രം ദ ബേസ് എന്ന് പറഞ്ഞു നിർത്തണം. ഇതാണ് അവസാനത്തെ നിങ്ങളുടെ കൺക്ലൂഷൻ ഈ ഒരു ആൻസറിന്റെ. ഓക്കെ ആണല്ലോ?